കേട്ടോ നല്ല ചെമ്മീനുണ്ട്, എടുക്കട്ടെ? വേണ്ട ചേട്ടാ, നല്ല പിടക്കണ കരിമീനുണ്ട്. ഇന്ന് മീൻ വേണ്ടോ? അതെന്താ ചേട്ടാ, ഇന്നലത്തെ പോലെ ഐസിട്ട മീനല്ല, ഇപ്പൊ പിടിച്ചതാണ് നല്ല പിടക്കണ കരിമീൻ. അപ്പൊ അത് ശരി, ഇന്നലത്തെ മീൻ ഐസിട്ടതായിരുന്നു. വെറുതെ അല്ല വൈകുന്നേരം ഇപ്പൊ മീൻ കേട് വന്നത്. കടലിൽ നിന്ന് വരണ മീനല്ല ചേട്ടാ, ചില ദിവസം ഇത്തിരി പഴയതൊക്കെ വരും. നമ്മൾ എന്ത് ചെയ്യാനാ? മനസ്സിലായി. ഇന്ന് എന്തായാലും മീൻ വേണ്ട. അയ്യോ ചേട്ടാ, ഇന്നത്തെ മീൻ നല്ല ഫ്രഷാണ്. കായലിൽ നിന്ന് പിടിച്ച് ഇത് ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ. ഐസ് പോലും ഇട്ടിട്ടില്ല, നല്ല ഫ്രഷ്. ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷെ എനിക്ക് ഇന്ന് മീൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പറയില്ല ചേട്ടാ, ഇന്ന് താഴത്തെ കച്ചവടമാണ്. കൈനീട്ടം ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഐശ്വര്യമായിട്ട് തുടങ്ങട്ടെ വിചാരിച്ചിട്ടല്ലേ. കൈനീട്ടം തരാന്ന് വെച്ചാലേ അവള് ജോലിക്ക് പോയി. എൻ്റെ കയ്യിൽ തരാനാണെങ്കിൽ ചില്ലറയില്ല. അതിന് ചില്ലറ വേണമെന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി. അതാവുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യം, നിങ്ങൾക്ക് സൗകര്യം. മീനാറണ പൈസ എന്നൊന്നും ചീത്ത പേരുണ്ടാവില്ലല്ലോ. ഓ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ആയാ? അയ്യോ, എന്നാ ഇപ്പം ഗൂഗിൾ പേ ഇല്ലാത്തവരാരാണ് ചേട്ടാ? മുറുക്കാങ്ങടക്കാരുടെ കയ്യിൽ വരെ ഗൂഗിൾ പേ ആണ്. അതെന്തായാലും സൗകര്യമായി. ഇനി കയ്യിൽ ചില്ലറ കൊണ്ട് നടക്കണ്ടല്ലോ. ചില്ലറ വേണ്ടത് മാത്രമല്ല ചേട്ടാ, ഗൂഗിൾ പേ വന്നോണ്ടേ പൈസ റോട്ടിലും വീണ് പോവില്ല, പോക്കറ്റ് അടിക്കൂല. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, പറഞ്ഞു വരുമ്പോൾ ഞാനൊരു സഖാവാണ്. പക്ഷേ ഈ ഗൂഗിൾ പേ കൊണ്ടുവന്ന പരിപാടി കേന്ദ്രത്തിൻ്റെ, അത് 100-ൽ 100 മാർക്ക് കൊടുക്കാം. സഖാവേ, ഇത് കേന്ദ്രം കണ്ടുപിടിച്ചതെന്ന് ആരാ പറഞ്ഞത്? ഇത് നമ്മുടെ ക്യൂബയിലാണ് ഉണ്ടായത്. മാത്രമല്ല ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളിലും ഇത് പണ്ടേ വന്നതാ. അത് കണ്ടിട്ടാണ് ഈ കേന്ദ്രം ഇത് ഇവിടെ നടപ്പിലാക്കിയത്. അറിയാമോ? അതിന് തനിക്കിതൊക്കെ എങ്ങനെ അറിയാം? ആഹാ, എനിക്കെങ്ങനെ അറിയാമെന്നാ? എടോ, നമ്മുടെ സ്വന്തം അഭിമാനി പത്രം വായിക്കണം. അതിനകത്തേ ഇതിനെപ്പറ്റി വലിയൊരു ഫീച്ചർ തന്നെ ഉണ്ടായിരുന്നു. ആ ശരി, തൻ്റെ വീരസം കേട്ട് വന്നാൽ എൻ്റെ കൊട്ടകാലിയാവില്ലേ? മീൻ ചീഞ്ഞു പോവും. ആ മീനെ അയല, ചാള, ചെമ്മീൻ, കരിമീൻ. മീനെ അയല, ചാള, ചെമ്മീൻ, മീനെ.